ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 30 വിശുദ്ധ ഹയസിന്ത മാരിസ്കോട്ടിയുടെ തിരുനാൾ. ഇറ്റലിയിലെ വിത്തോർബോ എന്ന നഗരത്തിനടുത്തുള്ള വിഞ്ഞാറില്ല എന്ന ഗ്രാമത്തിൽ വിശുദ്ധയായ ഹയസിന്ത ജനിച്ചു. കുഞ്ഞുപ്രായത്തിൽ ഭക്തയായിരുന്നെങ്കിലും കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ലൗകികത അവളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. മാർക്കിസു കസിസുക്കിയുമായി ആലോചിച്ച വിവാഹം നടക്കാതെ വന്നപ്പോൾ 20ാമത്തെ വയസ്സിൽ വിത്തോർബോയിലുള്ള വിശുദ്ധ ബെർണാഡിന്റെ മഠത്തിൽ ചേർന്നു. 10 കൊല്ലം മഠത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ താമസിച്ചു. അപ്പോൾ അവൾക്ക് ബോധ്യമായി ഇതുവരെയുള്ള തൻ്റെ ജീവിതം സന്യാസികൾക്ക് ചേർന്നതല്ലെന്ന്. ഉടൻ തന്നെ വിശേഷ വസ്ത്രങ്ങളും സാമഗ്രഹികളും അവൾ ഉപേക്ഷിച്ചു. തൻ്റെ ദുർമാതൃകയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ചു. ശാരീരിക പ്രായച്ചിത്തങ്ങളും അവൾ നടത്തി. വിത്തോർബോയിൽ പ്ലേഗ് ബാധ വന്നപ്പോൾ രാവും പകലും രോഗികളെ ശുശ്രൂഷിച്ചു. ദരിദ്രരുടെയും അഗതികളുടെയും സംസ്കരണത്തിനു വേണ്ടി 2 ഭക്ത സഖ്യങ്ങളും അവൾ സ്ഥാപിച്ചു. ലൗകിക ജീവിതത്തിനിടയ്ക്കും ഹയസിന്ത ദൈവ മാതൃഭക്തയായിരുന്നു. മാനസാന്തരത്തിനു ശേഷം ഈ ഭക്തി അത്യന്തം വർദ്ധിപ്പിച്ചു. 1640 ജനുവരി 30-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വിത്തോർബോ നിവാസികൾ ഒന്നടങ്കം കണ്ണുനീരോടെ സാന്ത എന്ന് വിളിച്ചു കരഞ്ഞു. 1807 7-ാം പിയൂസ് പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ഹയസിന്ത മാരിസ്കോട്ടി, ഞങ്ങളും അനുദിനം ദൈവഭക്തിയിൽ വളരുവാൻ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.